സ്വാമി ശാശ്വതീകാനന്ദയെ കൊന്നത് തന്നെയെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ. ഇടിക്കട്ട കൊണ്ട് തലയ്ക്കടിച്ച് പുഴയിൽ തള്ളിയതാകാം. 9 വർഷക്കാലം മൗനവ്രതത്തിലിരുന്ന ആളാണ് പ്രകാശാനന്ദ സ്വാമി. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകം തന്നെയാണ്, ഇടിക്കട്ട കൊണ്ട് ഇടിച്ചതിൻ്റെ പാടുണ്ട്, കൽക്കട്ടിൽ നിന്ന് മൃതദേഹം കിട്ടിയതിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെ സ്വാമി ശാശ്വതീകാനന്ദ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതെ അങ്ങനെ പറയാൻ സാധ്യതയില്ല. എന്താണ് ശിവഗിരി മഠത്തിന്റെ വിശദീകരണം? ശിവഗിരി മഠത്തെ ഇപ്പൊ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഞങ്ങളൊക്കെ അന്ന് ശിവഗിരി മഠത്തിൽ നിന്ന് പുറത്താണ്. ഞങ്ങളെയൊക്കെ ശിവഗിരി മഠത്തിൽ നിന്ന് പുറത്താക്കി. ഞാനിപ്പോൾ അത് ശിവഗിരിയുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ടേക്ക് ഓവറുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് വേണ്ടി സുപ്രീം കോടതിയൊക്കെ പോകുന്ന സമയത്താണ് ഈ സംഭവം. ഈ ഇൻസിഡന്റ് നടക്കുന്ന ദിവസം ഞാൻ തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ അന്ന് കൈരളി ചാനലില് ന്യൂസ് ഫ്ലാഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ ഇവരെ അറിയുന്നത്. അപ്പൊ ഇതിലെ ഉടനെ തന്നെ ഞാൻ ശിവഗിരി അടുത്ത വീട്ടിൽ ചെന്നിട്ട് TV ഓണാക്കിച്ച് നോക്കി. അപ്പോൾ അവിടെ നെറ്റ്വർക്ക് ഫെയിലിയർ ആയതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് കേൾക്കാനും കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ശിവഗിരി മഠത്തിൽ അന്വേഷിച്ചു. അപ്പോൾ വിവരമൊന്നും തന്നില്ല. അപ്പോൾ അതിനകത്ത് എൻക്വയറി നിഷ്പക്ഷമായിട്ട് പോകേണ്ടത് അനിവാര്യതയാണ്. കാരണം ഇതിന് ഒട്ടേറെ വാദവിവാദങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വന്ന് ജനങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്, അന്വേഷണ ഏജൻസിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ വഴിയെ തന്നെ പോകും എന്ന് തന്നെയാണ്. സത്യം ആർക്കും ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ലല്ലോ. അപ്പം അത് ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടും. അങ്ങനെ തന്നെയാണ് അനുഭവം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് നിഷ്പക്ഷമായൊരു അന്വേഷണം തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത്. അത് നടക്കട്ടെ എന്ന് തന്നെയാണ് ശിവഗിരി മഠത്തിന്റെ ശക്തമായ അഭിപ്രായം. ആ അന്വേഷണത്തെ ശിവഗിരി മഠം സ്വാഗതം ചെയ്യുന്നു. ഞാൻ തിരിച്ചെത്താം സ്വാമി ഋതംബരാനന്ദ. ഇതാണ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഇന്ന് ശിവഗിരി മഠം മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യം. അന്വേഷണം കൃത്യമായി നടന്നിട്ടില്ല ഇത്രയും കാലമായി. മുൻപ് അതിനെക്കുറിച്ച് വാദിച്ച ആളുകളൊക്കെ ഇന്ന് പല പല സിദ്ധാന്തങ്ങളിലൂടെ പല പല തട്ടുകളിലേക്കും പല ഭാഗത്തേക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണം കൃത്യമായി നടന്നുകൊണ്ട് ഒരു കുറ്റാന്വേഷണത്തിൻ്റെ ശാസ്ത്രത്തിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജലസമാധി എന്ന് പറയുന്ന ഒരു സാധനത്തെ മാറ്റി കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ ഇനി ആരൊക്കെയാണ് മുന്നിട്ടിറങ്ങുക? അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ഇതിലെ ലാലെ നമ്മൾ കഴിയുന്നത്ര ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രീയ കേരളം ഈ ഇഷ്യൂവിനെ മാറ്റുക എൻ്റെ അപേക്ഷ. സ്വാമിജി മരിച്ചിട്ട് ഒരു വ്യാഴവട്ടക്കാലത്തിലധികമായി. ഇപ്പോഴും മഠത്തിന് അതിലന്വേഷണം വേണം എന്നുള്ള അഭിപ്രായം ബഹുമാനായ പൂജനീയ സ്വാമിജി ഋതംബരാനന്ദ ഇവിടെ പറയുകയുണ്ടായി. ഞാൻ ആ അന്വേഷണത്തെ BJP അക്കാലത്ത് മുതൽ, മരിച്ച കാലം മുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിഷ്പക്ഷമായി, സത്യസന്ധമായി, വസ്തുനിഷ്ഠമായി ഒരന്വേഷണം നടക്കണം. പക്ഷെ അന്വേഷണത്തിന് സംശയം പോരല്ലോ, തെളിവുകൾ വേണ്ടേ? എത്ര ശക്തമായ സംശയങ്ങളും അല്ലെങ്കിൽ എത്രയും ശക്തമായ സാഹചര്യത്തിലുണ്ടായാലും തെളിവുകളാകുന്ന രൂപത്തിലേക്ക് അത് വരണം. അതിനുവേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണമുണ്ട്. മഠവും പറയുന്ന അന്വേഷണം നടക്കട്ടെ എന്നാണ്. അതിനിടയിൽ വ്യത്യസ്തമായ അഭിപ്രായം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത് വിവാദമുണ്ടാക്കുന്നത്. കാരണം ഒരു ആശ്രമത്തിൻ്റെ പ്രത്യേകിച്ച് ഗുരുദേവനോട് ബന്ധപ്പെട്ട ഏറ്റവും പവിത്രമായ ഒരു ആശ്രമത്തിൻ്റെ, അതിന് ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസികളായിട്ടുള്ള ഒരു ആശ്രമത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരുന്ന സ്വാമിജി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചതിനെ തുടർന്നുണ്ടായ സംഭവം, അത് കൊലപാതകം അല്ലെങ്കിൽ ജലസമാധി, പല വാക്കുകൾ ഇപ്പോൾ ലാല് പറഞ്ഞല്ലോ. ഇതെല്ലാം വാസ്തവത്തിൽ എന്നും ഇടയ്ക്കിടയ്ക്ക് വിവാദമാകുന്നത് നമുക്കാർക്കും ഭൂഷണമല്ല. സ്വാമി അത് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സ്വാമിയുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇന്ന് പുറത്തുവിടുകയുണ്ടായി. അത് തന്നെയല്ല, ഈ ജലസമാധി എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസിലേക്ക് എന്നെയൊക്കെ നയിച്ചത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു സമാധിയെ പറ്റി കേട്ടിട്ടേ ഇല്ല. എന്നെയൊക്കെ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത് ഒരു പക്ഷേ സുഷ്മാന്റെ സ്വാമിയാണ്. ഞാൻ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാ. പിന്നെ ഇന്നിപ്പോ പ്രകാശാനന്ദ സ്വാമി പറഞ്ഞപ്പോ ഒരു കാര്യം എന്റെ മനസ്സിൽ, നിങ്ങളുടെ വിഷ്വൽസ് ഞാൻ കാണുകയുണ്ടായി. നിങ്ങളുടെ ചാനലിലും വേറെ ചില ചാനലിലും ഒക്കെ
ഈ ശശികാന്ത സ്വാമിയുടെ നെറ്റിയിലുള്ള കണ്ട ആ പാട്, അതിനെ പറ്റിയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കാണുന്നത് എന്നിട്ട് പീലിംഗ് ഓഫ് ദ സ്കിൻ എന്നുള്ള മറ്റിനെ പറ്റിയാണ് അത് പരാമർശിച്ച് കാണുന്നതെന്നാണ് എന്റെ ഓർമ്മ.